ഹലോ മൈ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഹാപ്പി അല്ലേ എല്ലാവരും? അപ്പം നിങ്ങളിപ്പോൾ സ്കൂളിൽ പോകുന്നു. സ്കൂളിൽ പോയിട്ട് ഇപ്പം നമ്മൾ കുറേ ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചു. EVSൽ നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ വരെ എത്തി, ഇപ്പോൾ ഏത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മളിവിടെ EVSൽ അറൗണ്ട് അസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് എന്ന് പറഞ്ഞുള്ള ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിച്ചു. നമ്മൾ ആദ്യം 3 പാർട്ടുകളായിട്ട് പഠിച്ചു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു 1 ഷോട്ട് ലൈവിലൂടെ അത് നമ്മൾ ഒന്നും കൂടെ റിവൈസ് ചെയ്തു. അപ്പോൾ ഈ ലൈവ് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നോ? ഇനി അറ്റൻഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലാസ്സൊക്കെ പോയി കാണുക. ഓക്കെ, ആ ക്ലാസ്സുകളൊക്കെ കാണുക, നന്നായിട്ടിരുന്ന് പഠിക്കുക. നമുക്ക് നമ്മളുടെ ചുറ്റുമുള്ള കുറേ കാര്യങ്ങളെ പറ്റി നമുക്ക് അതിന് കുറേ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്, അതിന് കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഏതിലാണ് ഡിസ്കസ് ചെയ്യുന്നത്? ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നല്ല രസമാണ്, കാരണം നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളല്ലേ, അവയെപ്പറ്റി അറിയാൻ നമുക്ക് നല്ല കൗതുകമായിരിക്കൂലേ, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കൂലേ. ആ ഇൻട്രസ്റ്റോട് കൂടി ഇരുന്ന് നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കുമ്പം ഒക്കെ സെറ്റാണ്. അപ്പം ഇവിടെ ഒരുവിധം എല്ലാവരും മിസ്സിൻ്റെ കൂടെ നമ്മൾ ഒരുമിച്ചിരുന്ന് ആ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് അടുത്തത്, നമ്മളുടെ മുന്നിൽ ഇനി അടുത്ത കാര്യം എന്താണുള്ളത്? യെസ്, നമുക്കൊരു സ്കോളർഷിപ്പ് എക്സാം ഉണ്ട് ഈ വർഷം. ഏതാണ്? യെസ്, LSS എക്സാം. അപ്പോൾ LSS എക്സാം നമുക്ക് എഴുതണ്ടേ? വെറുതെ എഴുതിയാൽ മതിയോ? പോരാ, നമുക്ക് എന്ത് ചെയ്യണം? LSS എക്സാമിന് നല്ല മാർക്കോടെ നമുക്ക് ജയിക്കണം, നമുക്ക് ആ സ്കോളർഷിപ്പ് നേടണം. അപ്പോൾ സ്കോളർഷിപ്പ് നേടാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഭയങ്കര എനർജിയോടെ ഞങ്ങളത് നേടിയെടുക്കും. ഞങ്ങൾക്കത് നേടിയെടുക്കണം എന്ന് ആഗ്രഹമുള്ള മക്കളല്ലേ ഇവിടെയുള്ള എല്ലാവരും. അപ്പം നമുക്കിനി എന്ത് ചെയ്യാം? അറൗണ്ട് അസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പല രൂപത്തിൽ നമുക്ക് ചുറ്റും. ആ ചാപ്റ്ററിനകത്ത് LSSന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പം മിസ് ഡിസ്കസ് ചെയ്യാം. അപ്പം മക്കൾ എന്ത് ചെയ്യുക? നമ്മൾ ഓൾറെഡി പഠിച്ച ആളുകൾ എന്ത് ചെയ്യുക? വിളിച്ചു പറഞ്ഞോളൂ ആൻസർ വിളിച്ച് പറഞ്ഞോളൂ. ആൻസർ എഴുതി നോക്കാം. കാരണം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പം നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണോ? ആയിരിക്കുമോ? നോക്കാം. ഓക്കെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഇനി ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും, ആ ചാപ്റ്ററിനകത്തുള്ള ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം നമുക്ക് നോക്കാം. റെഡി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫോംഡ് വെൻ സ്റ്റീം കൂൾസ് ഡൗൺ? എന്താണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? യെസ്, സ്റ്റീം കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നീരാവിനെ നമ്മൾ അങ്ങോട്ട് തണുപ്പിക്കുക എന്ന് വിചാരിക്കാം. നീരാവി തണുത്താൽ എന്തായിരിക്കും സംഭവിക്കാം? സ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താ? ഇനി സ്റ്റീം അറിയാത്ത ആൾക്കാർക്ക്, നമ്മൾ ആവിയൊക്കെ പിടിക്കാറില്ലേ മക്കളെ? നമ്മളിങ്ങനെ വെള്ളം ചൂടാക്കാറില്ലേ? ചായക്ക് വേണ്ടി വെള്ളം തിളപ്പിക്കും, അല്ലെങ്കിൽ നമ്മൾ കുടിവെള്ളം തിളപ്പിച്ചാറിയ വെള്ളമേ കുടിക്കാറുള്ളൂ നമ്മളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വെള്ളം തിളപ്പിക്കാറില്ലേ അതിന് വേണ്ടി? അപ്പോൾ ആ വെള്ളം തിളപ്പിക്കുമ്പം വെള്ളം നിങ്ങളിങ്ങനെ തിളപ്പിക്കുമ്പം, വെള്ളം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിലേക്ക് ഒരു സാധനം പോകുന്നത് കണ്ടിട്ടില്ലേ? അതാണ് നമ്മളുടെ നീരാവി. എന്ത്? നീരാവി അഥവാ സ്റ്റീം എന്ന് പറയുന്നത്. നീരാവി അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റീം. ഓക്കെ, ഈ സ്റ്റീമിനെ ഇങ്ങനെ ആവുന്ന സ്റ്റീമില്ലേ, ആ സ്റ്റീമിനെ, നീരാവിനെ നമ്മൾ തണുപ്പിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മൾ പഠിച്ചതല്ലേ? എന്തായിരിക്കും സംഭവിക്കുക? കുറേ പേർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? അത് വീണ്ടും വെള്ളമായിട്ട് മാറും. നീരാവിനെ തണുപ്പിച്ചാൽ അത് എന്തായിട്ട് മാറും? വെള്ളമായിട്ട് മാറും. അതിനെന്ത് സംഭവിക്കും? വെള്ളമായി മാറും. വെള്ളമാവും. ഓക്കെ, വെള്ളമാവും. അല്ലെങ്കിൽ അതെന്താവും? അത് വാട്ടർ ആവും അല്ലേ? വാട്ടർ ആവും. അങ്ങനെയാണേ മക്കളെ, നമ്മളിപ്പം അറൗണ്ട് അസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചവരാണല്ലോ. ഈ വെള്ളം, ഈ വാട്ടർ എന്ന് പറയുന്നത് ഏതവസ്ഥയിലാണ്? ഫ്ലോ ചെയ്യുന്ന ഒരവസ്ഥയിലാണ്, ഒഴുകുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ഇതെന്തായിരിക്കും? ഈ വാട്ടറിനൊക്കെ നമ്മൾ പൊതുവെ എന്താ പറയുക? യെസ്, വെരി ഗുഡ്, ലിക്വിഡ്സ് എന്നാണ് പറയുന്നത്. ലിക്വിഡ്സ് അഥവാ ദ്രാവകങ്ങൾ എന്നാണ് പറയുന്നത്. ദ്രാവകങ്ങൾ. ഓക്കെ ആണല്ലോ മക്കളെ? അങ്ങനെയാണ് എൻ്റെ കുട്ടികളോടുള്ള അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ ഇനി നിങ്ങളോട് നേരെ തിരിച്ച് നീരാവിനെ തണുപ്പിക്കുന്നു, അപ്പോൾ എന്താവുന്നു? വെള്ളമാവുന്നു. ഇനി ആ വെള്ളത്തിനെ വീണ്ടും തണുപ്പിച്ചാൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എന്ത് പറയും? വെള്ളം എന്താവും? വീണ്ടും തണുപ്പിച്ച് കഴിഞ്ഞാൽ ഐസായിട്ട് മാറും. ഓക്കെ, അപ്പം മക്കൾ നമ്മളിങ്ങനെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്നും കൂടെ പഠിക്കാം. അത് നമ്മളുടെ പാഠഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, പഠിച്ച കാര്യമാണ്. ഒന്ന് നോക്കിക്കോളൂ. ഐസിനെ നമ്മൾ ചൂടാക്കുകയാണ്. ഐസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഹീറ്റ് ചെയ്യുകയാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ മക്കളെ എന്ത് സംഭവിക്കുന്നു? അതെന്തായിട്ട് മാറുന്നു? വാട്ടറായിട്ട് മാറുന്നു, വെള്ളമായിട്ട് മാറുന്നു. ഇനി അതിനെ വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യുകയാണ്, ചൂടാക്കുകയാണ്. അപ്പോൾ അത് എന്തായിട്ട് മാറും? വാട്ടർ വേപ്പറായിട്ട് മാറും, നീരാവി ആയിട്ട് മാറും.
ഇനി കിട്ടിയിരിക്കുന്ന നീരാവിനെ, ഈ വാട്ടർ വേപ്പറിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? തണുപ്പിക്കാൻ പോവാ. എന്ത് ചെയ്യാൻ പോവാണ്? കൂൾ ചെയ്യാൻ പോവാ. വാട്ടർ വേപ്പറിനെ, നീരാവിനെ നമ്മൾ തണുപ്പിക്കുക. അപ്പം അതെന്തായിട്ട് മാറും? ആദ്യം എന്തായിട്ട് മാറും? യെസ്, ആദ്യം അത് വീണ്ടും വെള്ളമായിട്ട് മാറും, വാട്ടറായിട്ട് മാറും, വെള്ളമാവും. ഇനി അതിനെ വീണ്ടും കൂൾ ചെയ്യുക, വീണ്ടും തണുപ്പിക്കുക. അപ്പം അതെന്ത് സംഭവിക്കും? യെസ്, അത് ഐസായിട്ട് മാറും, വീണ്ടും ഐസിലേക്ക് വരും. അപ്പം ഈ ഒരു കാര്യം എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. ഇതിനകത്ത് നിന്ന് എങ്ങനെ തിരിച്ച് മറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഉത്തരം എഴുതാൻ പറ്റണം. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, വാട്ട് കോസസ് വെറ്റ് ക്ലോത്ത്സ് ടു ഡ്രൈ വെൻ കെപ്റ്റ് ഇൻ സൺലൈറ്റ്? നനഞ്ഞ വസ്ത്രങ്ങൾ സൂര്യപ്രകാശത്തിൽ ഉണങ്ങുന്നത് എന്തുകൊണ്ടാണ് എന്നാണ്. ഓക്കെ, നമ്മൾ നനഞ്ഞ തുണികൾ എടുത്തിട്ട് ഇതുപോലെ അയലിൽ ആറിയിടാറില്ലേ? നിങ്ങളെ വീട്ടിലൊക്കെ ആറിയിടാറില്ലേ? നമ്മൾ തോരയിടുക എന്ന് പറയും, ചില സ്ഥലത്ത് ആറിയിടുക എന്ന് പറയും. നമ്മളൊക്കെ വസ്ത്രങ്ങൾ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ നല്ലോണം അലക്കിയിട്ടൊക്കെ അല്ലേ വസ്ത്രങ്ങൾ ധരിക്കാറുള്ളൂ. നിങ്ങളിപ്പോൾ സ്കൂൾ വിട്ട് വരുന്നു, നിങ്ങളെ യൂണിഫോമൊക്കെ അലക്കിയതിന് ശേഷം നിങ്ങളെ അമ്മയോ അച്ഛനോ ആരെങ്കിലും പാരൻസ് അത് അലക്കിയതിന് ശേഷം എന്ത് ചെയ്യും? നമ്മൾ അയലിൽ കൊണ്ട് തോരയിടും, ആറിയിടും. അതെങ്ങനെയാണ് ഉണങ്ങുന്നത്? അവിടെ എന്ത് പ്രക്രിയ നടക്കുന്നത്? അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. എന്താണ്? ഈ വെള്ളത്തിൽ, ഈ ഡ്രസ്സിലൊക്കെ എന്തുണ്ട്? നമ്മൾ അലക്കി കഴിയുമ്പം വെള്ളമുണ്ട്, നനയൂലേ? അപ്പോൾ അവിടെ എന്തുണ്ട്? വാട്ടർ ഉണ്ട്. ഇവിടെയൊക്കെ എന്തുണ്ട്? വാട്ടർ ഉണ്ട് കേട്ടോ, വെള്ളമുണ്ട്. ഈ വെള്ളം അതിനകത്തുനിന്ന് കാണാണ്ടായി പോവും. അതായത് ആ വെള്ളം അങ്ങോട്ട് ഇല്ലാണ്ടായി പോവും, ആ വാട്ടർ. അതെന്താ സംഭവിക്കുന്നത്? സൂര്യൻ്റെ ലൈറ്റിൽ ആ ചൂട് ഏറ്റിട്ട് ഈ വെള്ളം അവിടെ ചൂടാവല്ലേ, ഹീറ്റ് ആവല്ലേ? സൂര്യപ്രകാശത്തിൻ്റെ സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നമ്മൾ ആറിയിടുന്ന സമയത്ത് അപ്പോൾ ചൂടാവും. അപ്പോൾ ഈ വാട്ടർ ഹീറ്റ് ആവുമ്പോൾ അത് എന്തായിട്ട് മാറും? അത് വേപ്പറായിട്ട് മാറും അല്ലേ? അതെന്തായിട്ട് മാറും? നീരാവിയായിട്ട് മാറും. എന്തായി മാറും? നീരാവിയാവും. ഈ ഒരു പ്രക്രിയയ്ക്ക് നമ്മളൊരു പേര് പറയുന്നുണ്ട്, അതാണ് ഇവാപ്പറേഷൻ. എന്താ പറയുന്നത്? യെസ്, അപ്പോൾ ആൻസർ നമ്മൾ എന്താ എഴുതേണ്ടത്? ഇവാപ്പറേഷൻ. ഇവാപ്പറേഷൻ. ഓക്കെ, മലയാളത്തിൽ നമുക്ക് എന്ത് പറയാം? ബാഷ്പീകരണം എന്ന് പറയാം. ബാഷ്പീകരണം. ഓക്കെ ആണോ? ബാഷ്പീകരണം. അപ്പോൾ എൻ്റെ മക്കൾ നോട്ട് ചെയ്യേണ്ടത് എന്താണ്? ലിക്വിഡിൽ നിന്ന് എന്തായി മാറുകയാണ്? ലിക്വിഡ് എന്താവുകയാണ് ഇവിടെ? ലിക്വിഡ് എന്താവുന്നു? യെസ്, അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുന്നു, വാതകാവസ്ഥയിലേക്ക് മാറുന്നു. ഈ ഒരു പ്രക്രിയയാണ് നമ്മളുടെ ഇവാപ്പറേഷനിൽ നടക്കുന്നത് അല്ലേ? ബാഷ്പീകരണത്തിൽ നടക്കുന്നത്. ഇതിനകത്തുള്ള വെള്ളം എന്താവും? എന്തായി മാറുകയാണ്? ഗ്യാസ് ആയിട്ട് മാറുകയാണ്. ഈ ഒരു പ്രക്രിയയെ നമ്മൾ പറയുന്ന പേരാണ് ബാഷ്പീകരണം അഥവാ ഇവാപ്പറേഷൻ. ഇങ്ങനൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദ്രാവകങ്ങൾ ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ദ പ്രോസസ് ബൈ വിച്ച് ലിക്വിഡ്സ് ബിക്കം വേപ്പർ ഈസ് നോൺ ആസ് ഇവാപ്പറേഷൻ. അതിനാണ് നമ്മൾ എന്ത് പറയുക? ഇവാപ്പറേഷൻ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നമ്മൾ നോക്കാം. നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിക്കോളൂ. നെയിം ദ 3 states ഓഫ് മാറ്റർ വിത്ത് 1 എക്സാമ്പിൾ ഈച്ച്. ഓരോന്നിനും ഒരു ഉദാഹരണം എഴുതണം എന്നാണ് ആ ക്വസ്റ്റ്യൻ. ഒന്ന് മിസ് മാറ്റി തരാവേ, ഒരു മിനിറ്റ് മക്കളെ. ക്വസ്റ്റ്യനിൽ ഒരു കാര്യം മാത്രമേ വന്നുള്ളൂ, ഇതൊന്നും മിസ് മാറ്റി തരാം. ഒരു മിനിറ്റ്, ക്വസ്റ്റ്യൻ മിസ് എഴുതി തരാവേ. നിങ്ങളോട് എന്താ ക്വസ്റ്റ്യൻ വായിച്ചോ? ഇംഗ്ലീഷ് മീഡിയംകാർ ക്വസ്റ്റ്യൻ വായിച്ചോ? എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? യെസ്, നെയിം ദ 3 states ഓഫ് മാറ്റർ വിത്ത് 1 എക്സാമ്പിൾ ഈച്ച്. നമ്മൾ പദാർത്ഥത്തിൻ്റെ 3 അവസ്ഥകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പദാർത്ഥത്തിൻ്റെ 3 അവസ്ഥകൾ നമ്മൾ പഠിച്ചു. ഓക്കെ, ആ 3 അവസ്ഥകൾ ഏതൊക്കെയാണ്? പദാർത്ഥത്തിൻ്റെ, നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം. പദാർത്ഥത്തിൻ്റെ 3 അവസ്ഥകൾ ഏതൊക്കെ? 3 അവസ്ഥകൾ ഏതൊക്കെയാണ്? പറഞ്ഞോളൂ, കമൻറ്റ് ചെയ്തോളൂ. ഏതൊക്കെ? അത് മാത്രം മതിയോ? നമ്മളോട് അവയുടെ ഉദാഹരണം കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോളൂ, ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? നമുക്ക് ഒന്ന് ഐസ് എടുക്കാം. ഒന്നാമതായിട്ട് നമുക്ക് ആരെ എടുക്കാം? ഐസ് എടുക്കാം. ഐസ് എന്ന് പറയുമ്പം ഐസ് ഒരു ഉദാഹരണമാണ്, എക്സാമ്പിളാണ്. അപ്പം നമ്മൾ ആദ്യം എഴുതേണ്ടത് ഒന്ന് സോളിഡിന് എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് എഴുതാം മക്കളെ? യെസ്, സോളിഡിന് എക്സാമ്പിളായിട്ട് എൻ്റെ കുട്ടികളെ എഴുതണം. ഐസ് എഴുതാം, ഒരുപാട് കാര്യങ്ങൾ എഴുതാം. പക്ഷേ നമ്മളോട് 3 അവസ്ഥകൾ ചോദിച്ചത് കൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഐസ് ആദ്യം എഴുതാം. ഐസ്. ഓക്കെ, ഐസ്. ഓക്കെ, പിന്നെ ഏതെഴുതാം? ഐസിന് മലയാളത്തിൽ എന്താ എഴുതുക? ഐസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 3 അവസ്ഥയുണ്ട്.
ഒരെണ്ണം എഴുതിയുള്ളൂ. രണ്ടാമത്തെ അവസ്ഥ ഏതാണ്? ലിക്വിഡ്. രണ്ടാമത്തേത് ഏതാണ്? ലിക്വിഡ്. അപ്പോൾ ഏത് എഴുതാം മക്കളെ? പറഞ്ഞോളൂ. വെരി ഗുഡ്. എക്സാമ്പിൾ ആയിട്ട് ഏത് എഴുതാം? യെസ്, വാട്ടർ അല്ലേ, വെള്ളം. കഴിഞ്ഞോ? മൂന്നവസ്ഥയായോ? ഇല്ല. മൂന്നാമത്തതൊരെണ്ണം കൂടെ എഴുതാലോ. ഗ്യാസ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഗ്യാസ്, വാതകം. വാതകത്തിന്റെ എക്സാമ്പിൾ എന്താണ്? ഏത് എഴുതാം നമുക്ക്? യെസ്, നമുക്ക് വേപ്പർ എഴുതാം, നീരാവി എഴുതാം, അല്ലെങ്കിൽ സ്റ്റീം എഴുതാം. സ്റ്റീം എന്ന് എഴുതാം. നമ്മളുടെ നമ്മൾ ആവിയൊക്കെ പിടിക്കുന്ന സ്റ്റീം, നീരാവി. ഓക്കെ, അപ്പോൾ ഇതാ മക്കൾ ശ്രദ്ധിച്ചോളൂ. സോളിഡിന് നമ്മൾ എന്താ മലയാളത്തിൽ പറയാ? ഖരം. ഓക്കെ, ലിക്വിഡിന് എന്താ പറയാ? ദ്രാവകം. ഓക്കെ, ദ്രാവകം. ഓക്കെ, അപ്പോൾ മക്കൾ എന്ത് എഴുതണം? ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 3 അവസ്ഥകൾ ഏതൊക്കെയാണെന്ന് എഴുതുക. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഖരം, ദ്രാവകം, വാതകം എന്ന് എഴുതുക. ഓരോന്നിൻ്റെ എക്സാമ്പിൾസും എഴുതാം. ഓക്കെ, ഇനി വാക്സ് ഒക്കെ എഴുതാം കേട്ടോ. മെഴുകൊക്കെ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ മിസ്സ് നമ്മൾ ബേസിക് ആയിട്ട് ഈ കാര്യം പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് മാത്രം എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. കൂടുതൽ വീഡിയോസ് ആയിട്ട് മിസ്സ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ മക്കൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം.